guys, welcome back to my channel. I am Ilhan. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കൊക്കഡാമ അറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കും ചെയ്യുന്നതൊക്കെ. ഒരു ജാപ്പനീസ് കൃഷി രീതിയാണ് കൊക്കഡാമ. ഒരു ബോൾ പോലെ മണ്ണ് ഉരുട്ടി എടുത്തിട്ട് അതിനകത്ത് ചെടി നടുന്ന പുറത്ത് പായലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിക്കാണ് നമ്മൾ കൊക്കഡാമ എന്ന് പറയുന്നത്. പാവങ്ങളുടെ ബോൺസായി എന്നും കൊക്കഡാമ എന്ന് പറയാറുണ്ട്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നല്ല പ്രചാരമുണ്ട്. വളരെ രസമാണ് ഇത് കാണാനായിട്ടും. ഹാങ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. ഒരുപാട് പേര് കൊക്കഡാമയൊക്കെ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ കൊക്കഡാമ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളൊരു വീഡിയോ ആയിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയില്ലാത്തത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൊക്കഡാമ വീഡിയോ ചെയ്യാന്ന് കരുതി അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പൊ കൊക്കഡാമ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെടി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് തണലും തണുപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. കാരണം നമ്മളിത് പായൽ വെച്ചിട്ടാണല്ലോ അതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പായലിന് നല്ല വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ചെടികൾ തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. ഏത് ചെടി വെച്ചിട്ട് നമുക്ക് കൊക്കഡാമയൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ വളരുന്ന തണലത്ത് വളരുന്ന ചെടികളൊക്കെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കൊക്കഡാമ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സിങ്കോണിയം ആരോഹെഡ് പ്ലാന്റ് ആണ്. ഇത് പെട്ടെന്ന് വളരുന്ന അല്ലെങ്കിൽ കുറച്ച് തണലും തണുപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ സിങ്കോണിയത്തിന്റെ ആരോഹെഡ് പ്ലാന്റ്. അപ്പൊ കൊക്കഡാമ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് പായലാണ്. അപ്പൊ പായൽ ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും തന്നെ കിട്ടുന്നതാണ്. ഇപ്പൊ മഴയൊക്കെ സീസണിലാണല്ലോ പായൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈ ഭിത്തിയിലോ അതുപോലെ തന്നെ ടെറസിന്റെ മേളിലോ മുറ്റത്തോ ഒക്കെ തന്നെ ഈ പായൽ എല്ലായിടത്തും പിടിച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ പായൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നല്ല ഒരു പൊളിഞ്ഞു പോവാതെ നല്ല കൃത്യമായിട്ട് നല്ല നീളത്തിന് പായൽ കിട്ടുകയാണെങ്കിൽ നല്ല വലിയ പീസായിട്ട് പായൽ എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പൊളിഞ്ഞ് ചെറിയ ചെറിയ പീസ് എടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ നീളത്തിലുള്ള പീസുകൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് കത്തിയൊന്നും ഉപയോഗിക്കാതെ ഇതേപോലത്തെ ചെറിയ ഒരു ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പായൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെ നല്ല നീളത്തിലുള്ള പായലിന്റെ പീസ് എടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നൂലാണ്. ഇത് നമ്മൾ ഈ ഉടുപ്പൊക്കെ തയ്ക്കാൻ എടുക്കുന്ന നൂലുണ്ടല്ലോ, ആ ഒരു നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഞാനൊരു ബ്ലാക്ക് നൂലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഡാർക്ക് ആയിട്ടുള്ള കളറുള്ള നൂല് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോ പായല് പച്ച കളറാണല്ലോ എന്ന് കരുതി പച്ച നൂല് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റും. അപ്പൊ കറുത്ത കളറുള്ള നൂലാണ് എടുക്കുന്നതെങ്കിൽ അത്ര തെളിഞ്ഞു കാണാൻ പറ്റില്ല, നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പൊ നൂല് എടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തുണി കേട്ടോ. കുറച്ച് ഈ തുണി എടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിൽ ചെളിയൊക്കെ ആകുമ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തുണി എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഇതിന് ആ തുണി ആവശ്യമില്ല. പിന്നെ കുറച്ച് വെള്ളവും നമുക്ക് എടുക്കാം. പിന്നെ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. സാധാരണ എല്ലാവരും കൊക്കഡാമ ഉണ്ടാക്കുന്നത് മണ്ണ് കുഴച്ച് ഉണ്ടയാക്കി എടുത്തതിന് ശേഷം അതിലൊരു ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ചെടി ഇറക്കി വെച്ചിട്ട് അതിന്റെ മേളിൽ പായൽ വെക്കുന്നു. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഉണ്ടയാക്കി എടുത്ത ആ ബോള് പൊളിച്ചെടുക്കുമ്പോൾ മണ്ണ് പൊട്ടിപ്പോവാനും ചെടി അതിനകത്തേക്ക് വെക്കുമ്പോൾ മണ്ണ് അടർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ചെറിയ ചട്ടിയിൽ, ഇതിപ്പോ ഒരു 3 ഇഞ്ചൊക്കെ വലിപ്പമുള്ള ചെറിയ ചട്ടിയാണ്. ഇങ്ങനത്തെ ചട്ടിയിൽ നമ്മൾ നേരത്തെ ചെടി നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് വളർന്നൊന്ന് സെറ്റ് ആയിട്ടുണ്ടാവും. ഈ മണ്ണും ചെടിയും വേരൊക്കെ കൂടെ ഒന്ന് സെറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാത്രത്തിൽ നിന്നും ഇങ്ങനെ വെടിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണോട് കൂടി തന്നെ നമുക്ക് ഈ ചെടി പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഇളകി പോരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് തട്ടിയാൽ മതി. അപ്പൊ ഇങ്ങനെ ആ മണ്ണോട് കൂടി നമുക്ക് ചെടി ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ ചെടി നമുക്ക് എടുക്കാൻ പറ്റും ഇതേപോലെ. ഇപ്പൊ കുറച്ച് നനവുള്ള ചെടി ആണെങ്കിലാണ് ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഒട്ടും നനവില്ലാത്ത ചെടിയാണെങ്കിൽ നമുക്ക് അത് പറ്റത്തില്ല. അതുപോലെ തന്നെ മോസും കുറച്ച് നനവുള്ള മോസാണെങ്കിൽ ഇതിനകത്ത് പിടിച്ചിരിക്കാനും നമുക്കത് വെച്ച് ഉരുട്ടിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ മണ്ണ് ചെടിയോട് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇതൊരു ട്രിക്കാണ് കേട്ടോ. അപ്പൊ ഈ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ മോസ് ബോൾ അല്ലെങ്കിൽ കൊക്കഡാമ ഉണ്ടാക്കാത്തവർക്ക് ഇതേപോലെ ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. മണ്ണ് ആ ഉരുട്ടി എടുത്തിട്ട് വെക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ഒഴിഞ്ഞു കിട്ടും.
അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഉരുട്ടി ഒരു ബോളാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഈ വേര് നീണ്ടു നിൽക്കുന്ന വേര് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ചിലപ്പോൾ വേര് നീണ്ടു നിൽക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മൾ മോസ് വയ്ക്കുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കൊക്കഡാമയ്ക്കുള്ള ബോൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പായൽ ചുറ്റിയെടുക്കാം. പായൽ ചുറ്റിയെടുക്കുന്നതാണ് കുറച്ചൊരു പണിയുള്ളത്. കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ എല്ലാം കൂടെ തവിട് പൊടിയായി പോകും. ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കും. അപ്പോൾ പായലിലും വെള്ളം വേണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2 എണ്ണം വെച്ചതിന് ശേഷം നമുക്ക് നൂല് വെച്ചിട്ട് ഇത് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൊക്കഡാമ ഇവിടെ റെഡിയായി. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ടല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ ഇങ്ങനെ ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ എല്ലാവരും ഈ കൊക്കഡാമ ഇങ്ങനെ ഹാങ് ചെയ്തിടാണ് ചെയ്യുന്നത്. ഞാനിത് ഹാങ് ചെയ്തിടുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ടേബിളിൻ്റെ ടോപ്പിലോ ഒക്കെ വിൻഡോ സൈഡിലൊക്കെ നമുക്കിത് വെക്കാൻ പാകത്തിന് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം കേട്ടോ. ട്രെയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഞാനത് ട്രെയിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അതിക്ക് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇത് മോസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും നല്ല തണുപ്പാണ് ഇഷ്ടം. നനഞ്ഞിരിക്കുന്ന ആ ഒരു മോയ്സ്ചർ കണ്ടന്റാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇത് നനവുണ്ടോയെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇങ്ങനെ ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അല്ലാതെ വെള്ളം കുത്തി ഒഴിക്കാൻ പാടില്ല. എപ്പോഴും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് എല്ലാ ദിവസവും സ്പ്രേ ചെയ്ത് കൊടുക്കുക. എങ്കിലാണ് ആ മോസിൻ്റെ എന്താ പറയുക ആ ഒരു ഗ്രീൻ ആയിട്ടുള്ള ആ ഗ്രീനിഷ് കളറ് നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഇങ്ങനെ വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കാരണം ജസ്റ്റ് നമ്മളിപ്പോൾ ഇത് പോട്ട് ചെയ്തല്ലേ ഉള്ളൂ. അതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പച്ച കളറിൽ നിൽക്കും. അപ്പോൾ വീടിനകത്ത് കുറച്ച് പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഒരു കൊച്ച് ഗാർഡനിങ് ഐഡിയ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു ട്രെയിലേക്കാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കൊക്കഡാമ ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.